രണ്ടാം പാലിനകത്ത് വേവുക, ഒന്നാം പാലിനകത്ത് ഓഫ് ചെയ്യാന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഒരുക്കുന്ന വിഭവം എന്താണ്? തേങ്ങാപ്പാൽ താറാവ് കറിയാണ്. അതിനിങ്ങനെ റെഡിയായി വരുന്നത് കാണുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ താറാവ് ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട് അല്ലേ? റെഡിയായി. എടുക്കാൻ പറ്റുന്നില്ല, ചൂട് കാരണം എൻ്റെ ആക്രാന്തവും ആ ചൂടും എല്ലാം കൂടെ ഇങ്ങനെ മിക്സായിട്ടേ ചെറിയൊരു പീസ് മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി ഞാൻ വഴിയെ കഴിച്ചോളാം. ഭയങ്കര രസകരമായിട്ടുള്ള രുചിയാണ്. നമസ്കാരം, സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയിലാണ്, KL2. ഇവിടെ നഗരാതിർത്തിയിൽ രണ്ടാമതൊരു രണ്ടുണ്ട്. അതായത് രണ്ടാം കുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടുത്തെ റിലാക്സ് ഇൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ രുചിക്കാഴ്ച. അപ്പോൾ ഇവിടുത്തെ ഷെഫ് കിരൺ ഭായിയെ ഞാൻ സ്നേഹത്തോടെ ആദ്യമേ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു. പക്ഷേ അദ്ദേഹത്തിന് കുറേ തിരക്കുകളുണ്ടായിരുന്നു. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് അവിടുന്ന് ചാടി ഓടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പക്ഷേ ആ തിരക്കുകളുടെ ഇടയിലും നമ്മുടെ സ്നേഹക്ഷണം കാരണം അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഒരു വിഭവം തന്നെ നമുക്ക് വേണ്ടി ഒരുക്കി തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് ആ വിഭവം എന്ന് നമ്മുടെ കിരൺ ഭായി എടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. അദ്ദേഹത്തിനെ നമുക്ക് സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്നേഹത്തോടെ സ്വാഗതവും ചെയ്യും. നമസ്കാരം കിരൺ ഭായി. അപ്പോൾ എത്ര വർഷമായി ഇവിടെ? ഇപ്പോൾ 2 വർഷമായി. 2 വർഷമായി. 2 വർഷമായിട്ട് 2 വർഷമായി. ഇവിടെ 1 കൊല്ലമായി. 1 കൊല്ലമായി. അപ്പോൾ കിരൺ ഭായിയുടെ ശരിക്കുള്ള സ്ഥലം ചങ്ങനാശ്ശേരി. അപ്പോൾ ഓൾമോസ്റ്റ് അടുത്തടുത്ത് തന്നെയാണ്. അടുത്ത്. അപ്പോൾ ഇടയ്ക്കൊക്കെ പോയി വരാറുണ്ടോ? പോയി വരും. ഒരു മാസത്തിലൊക്കെ പോയി വരും. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയുണ്ട്, മാത്രമേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓ അത് ശരി. ബാച്ചലറായിട്ടുള്ള ചെറുപ്പക്കാരനാണ് നമ്മുടെ കിരൺ ഭായി. ഓക്കെ, ശരി. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഒരുക്കുന്ന വിഭവം എന്താണ്? തേങ്ങാപ്പാൽ താറാവ് കറിയാണ് റെഡിയാക്കുന്നത്. തേങ്ങാപ്പാൽ താറാവ് കറി. ഇത് കൊല്ലം സ്പെഷ്യലാണ്. അതെ. കൊല്ലം സ്പെഷ്യലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇവിടെ നിറഞ്ഞിങ്ങനെ ടേബിൾ നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് കടുക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ചുവന്ന മുളക്, പച്ചമുളക് കയറിയത്, കുരുമുളക് പൊടി, തക്കാളി വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില, സവാള, പിന്നെ മല്ലിപ്പൊടി, തേങ്ങാപ്പാൽ, ഉപ്പ്, സ്റ്റോക്ക് വാട്ടർ ഉണ്ട്. സ്റ്റോക്ക് വാട്ടർ. ഇത് ഓൾറെഡി കുക്ക് ചെയ്താണ്. ഇത് താറാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേവാൻ കുറച്ച് ഈ നമ്മുടെ നാടൻ കോഴിയെ പോലെയാണ്. അത് കുറച്ച് താമസം. അപ്പൊ അതുകൊണ്ട് ഒരു എത്ര വിസിൽ? ഇത് എന്തൊക്കെയാണ്? മഞ്ഞപ്പൊടി ഉപ്പും മാത്രമേ പോലെ. എത്ര വിസിൽ എടുക്കുന്നുണ്ടാവും? ഒരു 3 വിസിൽ മതി. 3 വിസിൽ കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമ്മൾ വെച്ചിട്ടാണ് എടുക്കുന്നത്. ആണല്ലേ? ഒരു 3 വിസിൽ കേട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന താറാവുണ്ട് ഇവിടെ. ഏകദേശം എത്ര ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടാവും? ഇപ്പം നമ്മളൊരു 3 പോർഷനോളം നമ്മൾ എടുത്തിട്ടുണ്ട്. 3 പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ക്വാണ്ടിറ്റിയുടെ ഒരു ബോളുണ്ട്. ആ ബോളിനുള്ള 3 പോർഷനായിട്ട്. ഓക്കെ, ശരി. പിന്നെ മുളക് പൊടിയുടെ കാര്യം പറഞ്ഞില്ല എന്ന് തോന്നുന്നു. തേങ്ങാക്കൊത്താണ്. വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി അരിഞ്ഞതുണ്ട്, നീളത്തിലരിഞ്ഞത് 2, പിന്നെ ചെറിയ ഉള്ളിയുണ്ട്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ കഴിക്കാം. ഒരു 8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ വെളിച്ചെണ്ണയും ഉപ്പൊക്കെ നമ്മളൊരു ആവശ്യത്തിന് എന്ന് പറയുന്ന ഒരു കണക്ക്. അതെ. എണ്ണ ചൂടായിട്ട് ശേഷം നമുക്ക് കടുകിട്ട്. കിരൺ ഭായിക്ക് ഇവിടെ താങ്കൾ പ്രിപ്പയർ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാണ്? ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം. പിന്നെ എന്തൊക്കെ ഉണ്ടാക്കും? പിന്നെ വേറെ ചൈനീസും ഉണ്ട്. പിന്നെ ഊണുണ്ട്, മീൽസിൻ്റെ ഉണ്ട്, പോത്ത് റോസ്റ്റ് ഉണ്ട്, പോത്ത് ഫ്രൈ ഉണ്ട്. പോത്ത് സ്പെഷ്യലാണ് ഇവിടുത്തെ. ആണല്ലേ? അല്ല, അപ്പോൾ ചൈനീസ് എവിടെ പോയാണ് പഠിച്ചത്? ചൈനീസ് നമ്മൾ പല ഹോട്ടലുകളിൽ നിന്നും പഠിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ എന്താ പറയുക, അല്ലാതെ പുറത്ത് പോയി ക്ലാസ് നമ്മൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കുറച്ച് ട്രെയിനിങ് ഒക്കെ ഉണ്ടല്ലോ. എവിടെയായിരുന്നു പഠിച്ചത്? ചങ്ങനാശ്ശേരി വാണി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത കടുക് ഇടാം അല്ലേ? കടുക്. പിന്നെ ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയാണ് നമ്മൾ ആദ്യം ഇടുന്നത്. ഏകദേശം എത്ര ഇഞ്ചി ഇട്ടിട്ടുണ്ടാവും? ഒരു ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തേങ്ങ കൊത്തും കൂടെ വറക്കുകയാണ്.
ഒരു 2 ടേബിൾ സ്പൂൺ. അതിനുശേഷം പച്ചമുളക് കീറിയത് ഒരു 4-5 എണ്ണം. 5 പച്ചമുളക് കീറിയത് അതിൻ്റെ കൂട്ടത്തിലിട്ടു. ഇത് അത്യാവശ്യം എരിവ് എങ്ങനെ ഉണ്ടാവുമോ? എരിവ് നമ്മൾ തേങ്ങാപ്പാൽ വരുമ്പോൾ എരിവ് കുറഞ്ഞാണ്. പിന്നെ കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി എപ്പോഴും ടേസ്റ്റിന് ഭയങ്കരമായി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി പക്ഷേ എടുത്ത് നമുക്ക് മറ്റേ ചെറിയ ഉള്ളി ബുദ്ധിമുട്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോഴാണ്. അല്ലേ? ഇത് അരച്ച് ചേർക്കുന്നവരുണ്ട് തോന്നുന്നു അല്ലേ? അരച്ച് ചേർക്കുന്നവരുണ്ട്. ഈ മസാല ഫുള്ളായിട്ട് ഇവിടെ പോത്തിന്റെ വിഭവങ്ങൾ വളരെ പ്രത്യേകത നിറഞ്ഞാണെന്ന് പറയാം. അതെ, ഒറിജിനൽ പോത്ത് റോസ്റ്റും ഫ്രൈയും. അതെ. കൊല്ലം സ്റ്റൈലിലാണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതെ. പക്ഷെ താറാവ് കറിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടനാടാണ്. അതുമായിട്ട് എന്തെങ്കിലും സാമ്യവും എന്തെങ്കിലും സംഭവങ്ങൾ? സാമ്യമില്ലേ, ഇത് പ്രത്യേകമായിട്ട് ഇവിടെ മാത്രമാണ്. നമുക്ക് സവോള. ഇത് എത്ര സവാള എടുത്തിട്ടുണ്ടാവുന്നത്? ഇത് 6 സവാള മുഴുവൻ. 6 സവാളയോളം എടുത്തു, അത് മുഴുവൻ എടുത്തു. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരുണ്ടോ? സ്ഥിരം വരുന്ന ഫാമിലികളുണ്ട്. നമ്മൾ വട്ടത്തിൽ എറിഞ്ഞ തക്കാളി അല്ലേ? ഇത് എത്ര തക്കാളി? നമ്മൾ 3 തക്കാളിക്കാണ്. 3 തക്കാളി വട്ടത്തിൽ എരിഞ്ഞത് നമ്മൾ അതിനകത്ത്. സിനിമയിലുണ്ടോ? ആദ്യമായിട്ടാണ് എൻ്റെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ഇപ്പോൾ സിനിമ അഭിനയിക്കുന്നുണ്ടോ. അപ്പോൾ താൽക്കാലികമായിട്ട് സിനിമ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഒരു സംവിധാന സംരംഭത്തിൻ്റെ ഒരു പിന്നാലെയാണ്. ഈ പറഞ്ഞ പോലെ ദൈവം സഹായിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അത് നടക്കണം എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അതായത് അങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹം, എല്ലാം ജീവിതത്തിലെ ആഗ്രഹം. താങ്ക് യു. ഇത് ഭയങ്കര ജീവിതത്തിലെ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് മസാലകൾ ഇടാം. മസാല ഇത് നമ്മളിവിടെ വറുത്ത് പൊടിക്കുന്നു. ഇതിലെന്തൊക്കെയാണ് നമ്മൾ ചേർന്നിട്ടുള്ളത്? ഇതിനകത്ത് നമ്മുടെ വറുത്ത മല്ലിയുണ്ട്. വറുത്ത മല്ലിയുണ്ട്, മുളക്, പിന്നെ ജീരകം, കറുവപ്പട്ട, ഏലക്ക, എല്ലാം കൂടെ മിക്സാക്കി മുഴുവനായിട്ട് പറഞ്ഞു തരില്ല. അതൊരു ചെറിയൊരു അതിൻ്റെ അകത്തൊരു രഹസ്യം കൂടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് റിലാക്സിങ്ങിന് വേണ്ടി ഉള്ളൊരു സ്പെഷ്യൽ പരിപാടി. പിന്നെ കുരുമുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടണം. 3 ടേബിൾ സ്പൂൺ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ വറുത്ത് പൊടിച്ച മല്ലിയും അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള മസാലക്കൂട്ട് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. ഒപ്പം 3 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയി അല്ലേ? അതെ. വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് വെള്ളം ഒഴിക്കണം. ഇത് സ്റ്റോക്ക് വാട്ടർ ഉണ്ട്. നമ്മൾ സ്റ്റോക്ക് വാട്ടർ ഒഴിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റോക്ക് വാട്ടർ എടുത്ത് വെച്ചിരുന്നത്, അതായത് നമ്മൾ നേരത്തെ ഡക്ക് വേവിക്കുന്ന സമയത്ത് എടുത്ത് വെച്ചിരുന്ന ആ സ്റ്റോക്ക് വാട്ടർ ഡ്രൈ ആയ സമയത്ത് ഇതിൻ്റെ അകത്തൊക്കെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കും. സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ അതൊരു ഭയങ്കര മണം വരും. അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒന്ന് അങ്ങോട്ടേക്ക് മാറിയിട്ട് തിരിച്ചു വന്ന ഗ്യാപ്പിൽ നമ്മുടെ കിരൺ ഭായ് 2 കാര്യങ്ങൾ ചെയ്തു. കുറച്ച് സ്റ്റോക്ക് വാട്ടറും കൂടെ അതിൻ്റെ അകത്ത് ഒഴിച്ചു, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാതെ ഇവിടെ ഒരു പരിപാടി നടക്കില്ല അല്ലേ? അപ്പോൾ ഞാനിവിടെ ഇല്ലാതെ ഒന്നും ചെയ്യരുതെന്ന് കിരൺ ഭായത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് കണ്ടു പഠിച്ചാലല്ലേ നമുക്ക് ഗുണകരമായിട്ട് ഭാവിയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ വേണ്ടി കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എനിക്കൊരു പഠനം കൂടെ ഉണ്ട്. സോൾട്ട് ആൻഡ് പെപ്പർ എപ്പോഴും എനിക്കൊരു പഠനം കൂടെയാണ്. കിരൺ ഭായ്, എന്തായാലും നമ്മുടെ ഈ ഇത് ഇനി തിളച്ച് വരണം അല്ലേ? എത്ര സമയം കൂടെ വേണ്ടി വരും? ഒരു മാക്സിമം 10 മിനിറ്റ്. 10 മിനിറ്റിൽ ഈ സാധനം തിളച്ച് റെഡിയായി വരും അല്ലേ? നമുക്കൊന്ന് കുറുകി ഒന്ന് വരണം അല്ലേ? അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് സമയം കഴിഞ്ഞു. അതിങ്ങനെ റെഡിയായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് കിരൺ ഭായ് ഇതിനകത്ത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന താറാവിന് അല്ലേ? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഇത് ആദ്യമേ എടുത്തത്. അതിലിങ്ങനെ റെഡിയായി വരുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു
അപ്പോൾ അതിന് റെഡിയായി വരേണ്ട 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അതിന് മുമ്പ് ഒരു കാര്യം, അരങ്ങിൽ നിന്നും അടുക്കളയിലേക്ക് അങ്ങനൊരു സംഭവം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അങ്ങനൊരു പ്രയോഗ രീതി. അരങ്ങിൽ നിന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് ഇവിടുത്തെ ക്യാഷ് കൗണ്ടറാണ്. അവിടുത്തെ ഈ ക്യാഷ് കൗണ്ടറിൽ നിന്ന് അടുക്കളയിലേക്ക് ഇങ്ങനെ നെട്ടോട്ടം കൂടി അവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് ഇനി ഈ ആർക്കെങ്കിലും എന്തെങ്കിലും സെർവ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ഓടി നടന്ന് ചെയ്യുന്ന ഇതിൻ്റെ ഒരു എന്താ പറയുക എല്ലാമായ ഒരാളുണ്ട്. അദ്ദേഹമാണ് ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്, ഒരു ഗസ്റ്റായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ഇതിൻ്റെ ഓണറായിട്ടുള്ള സൈചേട്ടനെയാണ് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ പോകുന്നത്. സൈചേട്ടനെ ക്ഷണിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണും. അതിനുശേഷം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം സൈചേട്ടനോട്. അപ്പോൾ കാഴ്ച കണ്ടിട്ട് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാമായ സൈചേട്ടൻ നമ്മുടെ അടുത്തുണ്ട്. സൈചേട്ടൻ തോട്ടമപ്പുറത്തേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതിനും നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദി ആദ്യമേ പറയുന്നു. എത്ര വർഷമായി? ഞാനൊരു 3 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. 3 വർഷമായിട്ട്. ഈ കട തുടങ്ങിയിട്ട് 1 വർഷമായി. 1 വർഷമായി. ഇതിൻ്റെ 1ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ പുതുതായി ഒരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. ഈ KFC ചിക്കിങ് പോലുള്ള RFC എന്ന് പറഞ്ഞു, അതായത് നമ്മുടെ റിലാക്സ് ഫ്രൈഡ് ചിക്കൻ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ അത് KFCയിൽ കിട്ടുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഭക്ഷണ എന്താ പറയുക ആൾക്കാർക്ക് നല്ല രുചി കൊടുക്കാനുള്ള ഒരു അതാണ് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സംരംഭം തുടങ്ങിയത് തന്നെ. അതായത് പോത്ത് നമ്മളെ സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞാൽ ഒറിജിനൽ പോത്ത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പോത്ത് റോസ്റ്റ് ഇവിടുത്തെ സ്പെഷ്യലാണ്. പോത്ത് റോസ്റ്റ്, പൊറോട്ട ഒരു സ്പെഷ്യലാണ്. അതുപോലെ പോത്ത് ഫ്രൈ. പിന്നെ ഇപ്പോൾ ഈ ചിക്കൻ്റെ ഇതോടെ തുടങ്ങിയിട്ടുണ്ട്. ഫിഷ്, എല്ലാ ഐറ്റം ഫിഷും ഉണ്ട്. എല്ലാ ഐറ്റം ഫിഷും നമ്മൾ അന്നേരം ലൈവായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ തേങ്ങാപ്പാൽ താറാവ് ഇങ്ങനെ രുചിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തുകാത്തിങ്ങനെ ഇരിക്കുകയാണ്. ഓൾമോസ്റ്റ് റെഡി ആയി തോന്നുന്നല്ലേ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സൈചേട്ടൻ്റെതായ ഒരു അഭിപ്രായം കേട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം. ഇത് ഒരുപാട് ആൾക്കാർ വന്ന് തിരക്കി വരുന്നുണ്ട് നമ്മുടെ ഈ ഐറ്റം, ഇങ്ങനെ തേങ്ങാപ്പാൽ താറാവ്. അപ്പോൾ ഈ കൊല്ലത്ത് ഇല്ലാത്തതായിട്ടുള്ള മിക്ക കടകളിലും ഇങ്ങനൊരു സാധനം ഇല്ല. നമ്മുടെ കടയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ RFC എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ആഗ്രഹം, അത് ടേസ്റ്റ് ചെയ്താൽ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യണമെന്നുള്ള ഇതെന്തായാലും ഇരിക്കട്ടെ, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്താൽ കൊള്ളാം. തീർച്ചയായിട്ടും. അപ്പോൾ അതിനുള്ളൊരു അവസരം ഒരുക്കി തരാം. ആഹാ, ഇത് കുറേ ഉണ്ടല്ലോ. ഇത് 5-6 ഞാൻ പണിപ്പോരേണ്ടി വരും. എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കിരൺഭായി പറ, ഞാൻ ഇതാദ്യം ടേസ്റ്റ് ചെയ്യണോ ഇതാദ്യം ടേസ്റ്റ് ചെയ്യണോ? ഇഷ്ടമായി. ഒരു കാര്യം, നമ്മൾ തേടി വന്നത് നമ്മുടെ താറാവല്ലേ, അതിനെ നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ കിരൺഭായി നമുക്കിനി എന്താണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്? ഇനിയും പാല് മാത്രം ഒഴിച്ചാൽ തേങ്ങാപ്പാൽ മാത്രം നമുക്ക് ഒഴിച്ചാൽ മതി, വേറെ ഒന്നുമില്ല, എല്ലാം കഴിക്കും. അപ്പോൾ ഇനി എത്ര സമയം കൂടെ ഇരുന്നാൽ നമുക്ക് പാൽ ഒഴിക്കാൻ പറ്റും? 2 മിനിറ്റ്. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. വീണ്ടും ഒന്നുകൂടെ നന്ദി പറയുന്നു ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നത്. ഇനി വെച്ചടി റിലാക്സിങ് മുന്നോട്ടേക്ക് പോട്ടെ, താങ്കൾ തുടങ്ങുന്ന എല്ലാ സംരംഭങ്ങളും മുന്നോട്ടേക്ക് പോട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീട്ടിലെല്ലാവരും എൻ്റെ അനുസരണമാണ്. അപ്പോൾ കിരൺഭായി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാറായി തോന്നുന്നു അല്ലേ? അതെ. കിടിലൻ RFC ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നെ കാത്ത്, ചൂടോടുകൂടി. അതിനെ മാറ്റി വെച്ചിട്ടാണ് ഞാനിങ്ങനെ നമ്മുടെ താറാവിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കും എല്ലാം നിൻ്റെ വയറ്റിലോട്ടാണല്ലോ പോകുന്നത്, എന്നിട്ടാണോ നിനക്ക് ഈ ഡയലോഗ്? അങ്ങനെ പറയരുത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ സംശയം, അല്ല ഒഴിച്ചുകൊണ്ട് ഈ സംശയം ചോദിക്കാം. നമ്മൾ ഇങ്ങനെയുള്ള കറികൾ, തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള കറികൾ ചെയ്യുന്ന സമയത്ത് ഈ 1ാം പാൽ ഒഴിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ട് 2ാം പാൽ ഒഴിക്കുന്നില്ല? 1ാം പാലാകുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ എടുക്കണം. അതെ, അത് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ 2ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമല്ല, 2ാം പാലിനകത്ത് വേവുക ഭയങ്കര. 1ാം പാലിനകത്ത്
ഓഫ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയാണ്. അതായത് ഒന്നാം പാലിൽ വേകുക, രണ്ടാം പാലിൽ വേകുക, ഒന്നാം പാലിൽ കുറുകിയെടുക്കുക. ഓക്കെ, എന്തായാലും ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കളർ ടോണിലേക്ക് വരും. ഇനി എത്ര നേരം ഇതൊന്ന് കുറുകി വരാനായിട്ട് എത്ര സമയം എടുക്കണം? ഒരു 5 മിനിറ്റ് എടുക്കും. 5 മിനിറ്റ് സമയം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കുഞ്ഞ് ഇടവേളയും കൂടെ ഇട്ടിട്ട് തിരിച്ചു വരാം. മൊത്തത്തിൽ ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാരണം പുതിയൊരു സംസ്കാരം ഇവിടെ ഇരിക്കുന്നു, പഴയ ഒരു സംസ്കാരം തിളച്ചു വരുന്നു. ഇതിൽ യാതൊരു സംസ്കാരമില്ലാതെ ഞാനിവിടെ നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ ഞാനിങ്ങനെ വ്യഗ്രതയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ താറാവ് ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട് അല്ലേ? റെഡിയായി. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണം. അതിനൊരു പ്ലേറ്റ് വേണം, അത് മാത്രമേ ഉള്ളൂ ഇനി റെഡി ആയിട്ടുള്ളത്. ഓ അത് ശരി, ഇവിടെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ കൊച്ചു കള്ളൻ? ഓക്കെ. ഓ ഇതെന്താണ് തക്കാളി കൊണ്ട് സംഗതി? ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇത്തവണത്തെ നിങ്ങളുടെ കാഴ്ചയിൽ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ സംഗതിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടനാടൻ സ്പെഷ്യൽ അല്ല, നമ്മുടെ കൊല്ലം സ്പെഷ്യൽ തേങ്ങാപ്പാൽ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാഴ്ച നിങ്ങൾ ആദ്യം ഒന്ന് കാണും. കണ്ടല്ലോ കാഴ്ച, രുചിക്കട്ടെ. ഒരുപാട് ഐറ്റങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ സമയം കളയാതെ ഞാൻ നമ്മുടെ തേങ്ങാപ്പാൽ താറാവ് കറിയിലേക്ക് പോവുകയാണ്. അതെടുക്കാൻ പറ്റുന്നില്ല, ചൂട് കാരണം. എൻ്റെ ആക്രാന്തവും ആ ചൂടും എല്ലാം കൂടെ ഇങ്ങനെ മിക്സായിട്ടേ ചെറിയൊരു പീസ് മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി ഞാൻ വഴിയെ കഴിച്ചോളാം. ഇതിന് ഞാൻ എന്ത് മറുപടി പറയണം? ആക്ച്വലി എന്ത് മറുപടി പറയണം? മിണ്ടുന്നില്ല ഒന്ന്. ഞാൻ എന്താ മറുപടി പറയണം? എന്തെങ്കിലും പറയണം അല്ലേ? ശരി, ഒരു സാധനം കിട്ടും. അതായത് ഇതിപ്പോൾ ഉണ്ടാക്കിയില്ലേ, ഇതുപോലൊരു ശരിക്കുള്ള ഇതുപോലെ ഉണ്ടാക്കി തന്ന പറ്റില്ല, ഒരു വലിയൊരു ആട്ടുകെട്ടിലുണ്ടാക്കി തരും എനിക്ക്. കാരണം ഇത് മുഴുവൻ കഴിച്ച് എനിക്ക് അതിൻ്റെ അകത്ത് കിടന്നങ്ങ് അർമാദിക്കണം. അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന സാധനത്തിനകത്ത് ടെൻഷനായി പോയി അല്ലേ? ഗംഭീരമായിട്ടുണ്ട്, അസാധ്യമായിട്ടുണ്ട്. അത് സ്ഥിരം എൻ്റെ ഒരു ചെറിയൊരു നമ്പറാണ്. നമ്പർ കാണിച്ച് എല്ലാ തവണയും കുളമാവാറാണ് പതിവ്. എന്തായാലും മനോഹരമായിട്ടുണ്ട് കിരൺ ഭായ്. കാരണം താങ്കളോട് ഞാനത് മനോഹരമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇത് അന്വേഷിച്ച് നമ്മുടെ സൈചേട്ടൻ പറഞ്ഞ പോലെ ഇത് അന്വേഷിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും കുട്ടനാടൻ ടേസ്റ്റ് അല്ല, ഇത് കൊല്ലത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. കുട്ടനാട് അത് വേറൊരു ടേസ്റ്റാണ്. ഇതിന് എന്താ പറയുക, നല്ല എരിവുണ്ട്. നേരത്തെ പറഞ്ഞ എരിവ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എന്ന് പറഞ്ഞു, പക്ഷേ നല്ല എരിവുണ്ട് പാകത്തിന്. നമ്മളെ എരിവ് എപ്പോഴും സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ഹാപ്പി ഹോർമോണൽ ചേഞ്ച് ഉണ്ടാകുന്നൊരു ഇടയ്ക്ക് ഒരു റൈറ്റപ്പ് ഞാൻ വായിച്ചിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലിരിക്കാം. ഭയങ്കര രസകരമായിട്ടുള്ള രുചിയാണ്. നമ്മുടെ RFC അവിടെ എന്നെ വീണ്ടും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ കരത്തിനകത്ത് കിരൺ ഭായിയുടെ കരമുണ്ടോ? അത് വേറെ സെക്ഷനാണ്. അപ്പോൾ താങ്കളുടെ കരവിരുതിൽ ഈ സംഭവം തകർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യം, നമുക്ക് അടുത്ത നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ. ഇത് നമുക്ക് കോമണായി നമ്മൾ കഴിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് വരണം എന്നില്ല. ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാനൊരു അതിശയോക്തി പറയുന്നതല്ല കേട്ടോ. പല സ്ഥലത്തു നിന്നും ഞാൻ ഈ ഫ്രൈഡ് ചിക്കൻ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെപ്പോഴെങ്കിലും കൊല്ലം ഭാഗത്തോടെ പോവുകയാണെങ്കിൽ രണ്ടാംകുറ്റിയിൽ വന്നിട്ട് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നിട്ട് എന്നോട് എപ്പോഴെങ്കിലും നേരിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കണം അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ടേസ്റ്റ് എന്നുള്ളത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട് ചോദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം നമ്മുടെ ക്രൂ അറിയില്ല. അതായത് ഇതെല്ലാം കൂടെ ഇപ്പം എനിക്ക് ഒരുമിച്ച് കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരു പാർസലാക്കി തരാനുള്ള വകുപ്പുണ്ടോ? അതറിയില്ലേ? അവനറിയില്ല കേട്ടോ.
ശരി, നമ്മൾ തമ്മിലുള്ള സഹിച്ചേട്ടനോട് ഞാൻ പ്രത്യേകം പറഞ്ഞോളാം. ഓക്കെ. അപ്പോൾ ഇത്തവണ ഇതെല്ലാം പാഴ്സലാക്കി ഞാൻ ഒറ്റ പോക്കാണ്. ഇവരോടൊക്കെ പോയി പണി നോക്കാൻ പറ അല്ലേ. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ കൊല്ലം ജില്ലയിലെ റിലാക്സിനിലെ ഈ നല്ല ഭക്ഷണവും നമ്മുടെ കിരൺഭായിയുടെ നല്ല പാചകവും ഒക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി ഇന്നത്തെ രുചിക്കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മനോഹരമായിട്ടുള്ളൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ ഗുഡ് ബൈ. അപ്പോൾ ശരി, പാർസൽ കവർ എടുക്കാം. നടക്കട്ടെ. പെട്ടെന്ന് കേട്ടോ, പെട്ടെന്ന്. ആയിക്കോട്ടെ.